സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കറൻ്റ്ലി ഇപ്പോൾ AFC ചാമ്പ്യൻസ് ലീഗ് 2 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് 2 ക്ലബ്ബുകളാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് സിയിൽ മോഹൻ ബഗാനും ഗ്രൂപ്പ് ഡിയിൽ FC ഗോവയുണ്ട്. അതിൽ FC ഗോവയുടെ ഒരു മാച്ച് ഇന്നലെ കാണാൻ സാധിച്ചിരുന്നു. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നാസറൊക്കെ ഈ ഒരു ഗ്രൂപ്പിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു FC ഗോവയുടെ ഗ്രൂപ്പിലേക്ക് ഒരു പ്രത്യേക നോട്ടം പോകുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ മത്സരത്തിൽ അൽസവറക്കെതിരെ, ഇറാനിയൻ ക്ലബ്ബാണ്, ആ ഒരു ടീമിനെതിരെ 2-0 FC ഗോവ തോൽക്കുകയുണ്ടായിരുന്നു. ഇതിന് മുൻപ് ക്വാളിഫയേഴ്സിൽ അൽസീബ് FCക്കെതിരെ FC ഗോവ ജയിച്ചൊരു മാച്ച് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചതാണ്. ആ ഒരു മാച്ചിൽ യൂസ് ചെയ്ത അതേ പാറ്റേൺ, അതേ ലൈനപ്പ്, പരിക്ക് പറ്റി കളിക്കാൻ പറ്റാതിരുന്ന ജിങ്കന് പകരം നിന്തോർജിയാണ് ആ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരിൽ എല്ലാവരും സെയിം ആയിട്ടുള്ള ആൾക്കാരാണ് ആ ഒരു ലൈനപ്പിൽ ഈ ഒരു മാച്ചിലുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു മാച്ചിൽ ആ ഒരു അൽസവറക്കെതിരെ ജയിക്കാൻ FC ഗോവയ്ക്ക് സാധിച്ചിരുന്നില്ല. അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്? നമ്മൾ ഈ ഒരു മാച്ചിലേക്ക് വരാണെങ്കിലും സെയിം സ്ട്രാറ്റജി തന്നെയാണ്. ഇവർ ഒരു 4-4-2 ഡിഫെൻഡിങ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ 4-4-2 പേര്, ആ രീതിയിൽ ഒരു 4-4-2 ഡിഫെൻഡിങ്ങും ആ ഒരു അറ്റാക്കിലേക്ക് പോകുന്ന സമയത്ത് ബോർഗ ഹെരേര മുന്നോട്ട് കയറി വരും, ഐക്കർ കാരോട്സേന ഒരു നമ്പർ 10 ആയിട്ട് കളിക്കും. അങ്ങനെ 4-2-3-1 ആ ഒരു രീതിയിലേക്കുള്ള വേരിയേഷൻ അറ്റാക്കിലേക്ക് വരുമ്പോൾ വരുന്നുണ്ട്. പക്ഷേ അൽസീബ് FCയിൽ നിന്നും ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് FC ഗോവയ്ക്ക് കാര്യങ്ങൾ അത്ര നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഈ 4-4-2 ഡിഫെൻഡിങ് പൊളിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് രീതിയിലാണ് ആ ഒരു ടീം അൽസവറ ഈ ഒരു FC ഗോവയുടെ ആ ഒരു 4-4-2 ഡിഫെൻസീവ് പൂട്ട് പൊളിച്ചത് എന്നുള്ളതാണ്. ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം പാറ്റേൺ, സെയിം സ്ട്രാറ്റജിയാണ് FC ഗോവ ചൂസ് ചെയ്തിരുന്നത്. അത് ശരിക്കും ആക്ച്വലി ആദ്യത്തെ 10 മിനിറ്റിൽ വർക്ക് ആയതുകൂടിയാണ്. ആദ്യത്തെ 10 മിനിറ്റിലെ സ്റ്റാറ്റ് എടുത്ത് നോക്കുമ്പോൾ 71% ബോൾ പോഷൻ FC ഗോവയ്ക്ക് ഉണ്ട്. അതുപോലെ തന്നെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം, പോഷൻ മാത്രമല്ല, മുന്നോട്ട് കയറി വന്ന ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ ബോർസിങ്ങിൻ്റെ തന്നെ 1-2 ക്രോസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഡ്രാസിച്ചിൻ്റെ ഒരു ക്രോസ് ഉണ്ടായിരുന്നു. അങ്ങനെ അറ്റാക്കിലേക്ക് വരാനും ബോക്സിനകത്തേക്ക് പന്തുമായിട്ട് എത്താനും FC ഗോവയ്ക്ക് സാധിച്ചിരുന്നു. ആ ഒരു സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ടീം അൽസവറ പന്ത് കൈവശം വെക്കുന്നു, പോഷൻ വെച്ചിട്ട് ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്ത് തുടങ്ങുന്നു. ആ സമയത്താണ് ഈ 4-4-2 ഡിഫെൻഡിങ് കൃത്യമായ രീതിയിൽ എഫക്റ്റീവായി വരുന്നത്. ഈ പറഞ്ഞ പോലെ 2 പേര് ഫ്രണ്ടിലും ബാക്കി 8 പേര് ഡിഫൻസിലെ പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്തിട്ടുമാണ് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് ഓപ്പണൻസിന് കൃത്യമായ രീതിയിലുള്ള ഓപ്ഷൻസ് തുറന്നെടുക്കാൻ പല സമയത്തും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ വിങ്ങിലേക്ക് ഒരാണെന്നുണ്ടെങ്കിൽ ഈ ഫുൾ ബാക്ക്, അതുപോലെ തന്നെ വൺ ഓഫ് ദ സെൻട്രൽ മിഡ്ഫീൽഡർ ഡേവിഡ് ടിമോർ ആയിരിക്കാം, അല്ലെങ്കിൽ ബോർഗ ഹെരേര ആയിരിക്കാം, അതുപോലെ തന്നെ ആ ഒരു സൈഡിലെ വിങ്ങർ, ആ 3 പേര് ഒരു ട്രയാങ്കുലർ ലോക്ക് വിങ്ങിലിടും. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ആ ഒരു സൈഡിലെ ഫുൾ ബാക്ക്, ആ ഒരു സൈഡിലെ വിങ്ങർ, പിന്നെ വൺ ഓഫ് ദ സെൻട്രൽ മിഡ്ഫീൽഡർ, അവിടെ ഒരു ട്രയാങ്കുലർ ലോക്ക് ആ ഒരു സൈഡിലുണ്ടാവും. സെൻറ്ററിലേക്ക് വരുന്ന സമയത്ത് ഡേവിഡ് ടിമോറും ബോർഹ, ഈ 2 പേരുടെ കൃത്യമായ രീതിയിലുള്ള മാർക്കിംഗ് കൊണ്ട് ആ ഒരു സെൻറ്ററും മാർക്കഡ് ആയിരിക്കും. സോ ഈ പറഞ്ഞ വൈഡും ആ സെൻറ്ററും സെക്യൂർ ആക്കി വെക്കാൻ ഇത്രയും പ്ലേയേഴ്സിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. പല സമയത്തും ഈ ബോർഹ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പന്ത്, അല്ലെങ്കിൽ ആ ഒരു സെൻറ്ററിൽ വെച്ച് സെൻറ്ററിലേക്ക് ഒരു പാസ് വരുമ്പോൾ ബോർഹ ഹെരേര ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പന്ത് അപ്പുറത്തേക്ക് ഒരു അറ്റാക്കാക്കി മാറ്റി ഇവിടെ പ്രധാനമായിട്ടും റിക്കവർ ചെയ്യുക, അറ്റാക്ക് ചെയ്യുക, ഈ ഒരു പരിപാടിയാണ് ഒരു മെയിൻ ഉദ്ദേശമായിട്ട് വരുന്നത്. അതേ പാറ്റേണിൽ തന്നെയുള്ള ബോർഹ റിക്കവർ ചെയ്യുന്ന പന്ത് ഇപ്പുറത്ത് ഉദാന്തയിലേക്ക് എത്തിച്ചിട്ട് ട്രാസിച്ചിനൊരു ഫ്രീ കിക്ക് കിട്ടുന്ന ഒരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ പലപ്പോഴും ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് അവർക്കൊരു ഓപ്ഷൻ ഇല്ലാതെ, അവർക്ക് ഫ്രണ്ടിൽ ഓപ്ഷൻ കൃത്യമായ രീതിയിലൊരു ഓപ്ഷൻ ഇല്ലാതെ എല്ലാവരും മാർക്കഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒന്നല്ലെങ്കിൽ പന്ത് റിക്കവർ ചെയ്യുന്ന രീതിയിലോ, അല്ലെങ്കിൽ അവർ ഹൈ ബോൾ കളിക്കാൻ ശ്രമിച്ച് അത് നഷ്ടപ്പെടുന്ന രീതിയിൽ ഗോൾ കീപ്പറോ അല്ലെങ്കിൽ പറഞ്ഞ ബാക്കിൽ പ്ലേയേഴ്സോ കളക്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വർക്കായി. FC ഗോവയ്ക്ക് പന്ത് റിക്കവർ ചെയ്യാൻ പറ്റി, FC ഗോവയുടെ ഗോൾ കീപ്പറിന് പന്ത് കളക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ റിക്കവർ ചെയ്യുന്ന പന്തുകൾ അപ്പുറത്തേക്ക് എത്തി ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. അൽസീബ് FC നമ്മൾ എങ്ങനെയാണോ കണ്ടത് അതേ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എവിടെയാണ് ഒരു മാറ്റം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം, ഒരു 10 മിനിറ്റിന് ശേഷം 15-ാമത്തെ 20-ാമത്തെ മിനിറ്റിലൊക്കെ എക്സ്ട്രാ പ്ലേയേഴ്സിനെ ബിൽഡപ്പിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. എക്സ്ട്രാ പ്ലേയേഴ്സിനെ ബിൽഡപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പ്രത്യേകിച്ചും ഒരു നോർമൽ പ്ലെയറിനേക്കാൾ കൂടുതൽ ഒരു ക്രിയേറ്റീവ് പ്ലെയർ ആയിട്ടുള്ള, പന്ത് ക്യാരി ചെയ്യാൻ എബിലിറ്റി ഉള്ള, പാസിംഗ് ആക്യുറസിയും ലോങ് ബോൾ ആക്യുറസിയും നല്ല രീതിയിലുള്ള ഒരു പ്ലെയറാണ് ഓപ്പൺ ടീമിൻ്റെ ബിൽഡപ്പിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ ഈ ഒരു പ്രസ്സിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാർക്കിങ്ങിൻ്റെ ഒക്കെ പൂട്ട് പൊളിക്കാൻ കുറച്ചുകൂടി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ആ ഒരു 4-4-2 ഡിഫെൻഡിങ്ങിനെ കൃത്യമായ രീതിയിൽ ഓപ്പണൻസ് മറികടന്നത് ആ എക്സ്ട്രാ പ്ലെയറിനെ ആ ഒരു ബിൽഡപ്പിൽ കൊണ്ടുവന്നിട്ടാണ്. ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ അവരുടെ ജേഴ്സി നമ്പർ 20 ആ ഒരു പ്ലെയറാണ് ഇറങ്ങി വരുന്നത് കണ്ടത്. ഈ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇറങ്ങി വന്ന് പന്ത് വാങ്ങുന്നു, അദ്ദേഹം ക്യാരി ചെയ്യുന്നതുകൂടിയുണ്ട്. ആ ഒരു പന്ത് ക്യാരി ചെയ്ത് മുന്നോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. മുൻപുള്ള പല സമയത്തും ഒരു കൃത്യമായ ഓപ്ഷൻ ഫൈൻഡ് ചെയ്യാൻ ആ ഒരു സെൻറ്റർ ബാക്സും അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറും പ്രയാസപ്പെട്ടിരുന്ന സമയത്ത് ഈ ഒരു പ്ലെയർ മുന്നോട്ട് ക്യാരി ചെയ്ത് പോകുന്നുണ്ട്. അവിടെയാണ് ആ ഒരു ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് വരുന്നത്. ഈ ഒരു പ്ലെയർ ക്യാരി ചെയ്ത് ഫ്രണ്ടിലേക്ക് പാസ് കൊടുക്കുമ്പോൾ അവിടെ ഒരു എക്സ്ട്രാ പ്ലെയർ വന്നിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഫുൾ ബാക്ക് ആകാശ് സാങ്വാൻ അവിടെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ 2 പ്ലെയേഴ്സിനെ കാണാം. സോ ഒരു 2 vs 1 സിറ്റുവേഷൻ ആ ഒരു ഫുൾ ബാക്കിൻ്റെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഓപ്പൺ ടീമിന് സാധിച്ചു. അങ്ങനെ ആ ഒരു പന്ത് ഓപ്പണൻ്റ് ഹാഫിലേക്ക് എത്തുന്നുണ്ട്. ഇതുപോലെ പല സമയത്തും പിന്നീട് തുടർന്നും ഇതേ സെയിം ജേഴ്സി നമ്പർ 20 ഇറങ്ങി വന്ന് ഇതുപോലെ ബിൽഡപ്പിൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ബാക്കിൽ നമ്പേഴ്സ് കൂട്ടുന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇനി ആ ഗോൾ വന്ന സിറ്റുവേഷൻ 44-ാമത്തെ മിനിറ്റിൽ ഓപ്പണൻ്റ് ആ ഒരു മൂവ്മെൻറ്റ് നടത്തുമ്പോഴും സെയിം സംഭവം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പ്ലെയർ ജേഴ്സി നമ്പർ 20
20 പകരം ജേഴ്സി നമ്പർ 19 ആണ് ഇറങ്ങി വരുന്നത്. പക്ഷേ സെയിം നേരത്തെ പറഞ്ഞ ക്വാളിറ്റീസ് ഉള്ള നല്ല രീതിയിൽ ക്രിയേറ്റീവ് എലമെൻറ്റുള്ള ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പാസിംഗ് ആക്യുറസി, ലോങ് ബോൾ ആക്യുറസി ഉള്ള ഒരു പ്ലെയറാണ് ഇവിടെയും ഡ്രോപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന പ്ലെയർ ഫൈൻഡ് ചെയ്യുന്ന പാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ബാക്കിലെ ഡിഫൻസീവ് ലൈനും മിഡ്ഫീൽഡ് ലൈനും ഇടയിലേക്കാണ് ഒരു പന്ത് വരുന്നത്. അവിടെ കൃത്യമായിട്ട് പ്ലേയേഴ്സ് പൊസിഷൻ ചെയ്യുന്നുണ്ട്, അങ്ങോട്ടേക്ക് പന്ത് എത്തിക്കാനും സാധിക്കുന്നുണ്ട്. സോ അവിടെ തന്നെ ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു സ്ട്രൈക്കറിൻ്റെ ലൈനും മിഡ്ഫീൽഡിലെ ലൈനും എലിമിനേറ്റ് ചെയ്യാൻ ആ ഒരു ടീമിന് സാധിച്ചു. അതിനുശേഷം കൃത്യമായ വൺ ടച്ചോടുകൂടി വിങ്ങിലേക്ക് എത്താനും ടീമിന് സാധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആകാശ് സാങ്വാൻ്റെ ഒരു ഡിഫെൻഡിങ്ങിൽ FC ഗോവ ശരിക്കും രക്ഷപ്പെടുന്നതാണ്. പക്ഷേ സ്റ്റിൽ അവിടെ വീണ്ടും ഡ്രാസ്റ്റിച്ചിൻ്റെ ഒരു പിഴവ് അല്ലെങ്കിൽ ഡ്രാസ്റ്റിച്ചിൻ്റെ ഒരു മിസ്റ്റേക്ക് നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മൾ അൽസീബ് FCക്കെതിരെ ഡ്രാസ്റ്റിച്ച് വളരെ ഇറങ്ങി വന്ന് അതിനൊപ്പം ക്യാരി ചെയ്യുന്ന വിങ്ങറായിരിക്കാം, ഫുൾ ബാക്ക് ആയിരിക്കാം, ആ ഒരു പ്ലെയറിനെ മാർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഡ്രാസ്റ്റിച്ച് കുറച്ചൊന്ന് ഹോൾഡ് ആവുന്നുണ്ട്. ആ ഒരു മാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ അവിടെ ആ ഡ്രാസ്റ്റിച്ച് കുറച്ചൊന്ന് ഡിലേ ആവുന്നത് വഴി ആ ഒരു പ്ലെയറിന് പാസ് റിസീവ് ചെയ്യാനും ആ പ്ലെയർ ഇൻസൈഡിൽ കൊടുക്കുന്ന പാസ്സാണ് ഗോവ ഗോൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ നേരത്തെ പറഞ്ഞ രീതിയിൽ 4-8 പ്ലേയേഴ്സിനെ വെച്ച് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് വിങ്ങേഴ്സ്, അറ്റാക്കിംഗ് വിങ്ങേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അവർക്ക് വളരെ നല്ല രീതിയിൽ ഡിഫെൻസീവ് റെസ്പോൺസിബിലിറ്റീസും ആ ഒരു ഡിഫെൻസീവ് ഡ്യൂട്ടീസും ചെയ്യാനുണ്ട്. സോ ഫുട്ബോളിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും ഈ സ്ട്രാറ്റജീസ് തമ്മിലുള്ള അല്ലെങ്കിൽ തന്ത്രങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലും പല സമയത്തും വരാറുണ്ട്. രണ്ട് ടീമും ഒരു മാച്ചിലേക്ക് വരുമ്പോൾ കൃത്യമായ പ്ലാനോട് കൂടിയിട്ടായിരിക്കും വരുന്നത്. അതിൽ ഏത് ടീമിൻ്റെ പ്ലാൻ വർക്കൗട്ട് ആവുന്നു, ഏത് ടീമിൻ്റെ പ്ലാൻ കൂടുതൽ എഫക്റ്റീവ് ആവുന്നു, ആ ടീമിന് കളിയിലുടനീളം ആ ഒരു ആധിപത്യം കിട്ടും. ആൻഡ് സംടൈംസ് ഒരു ടീമിൻ്റെ പ്ലാൻ വർക്കൗട്ട് ആയാലും ആ ഓപ്പണിംഗ് ടീം ഒരു കംബാക്ക് അവർ ചേഞ്ചസ് വരുത്തിയിട്ടോ അല്ലെങ്കിൽ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് കൊണ്ടോ ഒരു കംബാക്ക് ഫുട്ബോളിൽ നടത്താറുണ്ട്. ഇവിടേക്ക് വരുമ്പോഴും ആ ഒരു കംബാക്ക് ആയിരുന്നു പിന്നീട് FC ഗോവയ്ക്ക് വേണ്ടിയിരുന്നത്. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളും ഈ ഫോർമേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നമ്മൾ അൽസീബ് FCക്കെതിരെയും ഡിഫെൻഡിങ് മാത്രമായിരുന്നില്ല FC ഗോവയ്ക്ക് ഉണ്ടായിരുന്നത്. അവിടെ ആ ഒരു സൈഡിലെ ട്രയാങ്കിൾ, നേരത്തെ പറഞ്ഞ ആ ഒരു റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബോർഹ ഹെരേര, ബോറിസ് സിംഗ്, അതുപോലെ തന്നെ ഉദാന്ത, ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻസ് ഫസ്റ്റ് ഹാഫിൽ ഗോൾ വഴങ്ങുന്നതിന് മുൻപ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ബോറിസ് സിംഗിൻ്റെ ക്രോസുകളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് മൂവ്മെൻറ്റ്സ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടതുമാണ്. ഇവരൊരു ട്രയാങ്കുലർ ഷേപ്പിൽ ആ ഒരു വിങ്ങിൽ വരുമ്പോൾ തന്നെ ആ ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു പോസിബിലിറ്റി അവിടെയുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ബോർഹ കൊടുക്കുന്ന പാസുകൾ, ബോർഹ ഒരു പാസ് കൊടുക്കുമ്പോൾ ഉദാന്ത ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഫുൾ ബാക്കിന് മുന്നോട്ട് കയറി പോകാനുള്ള അഡ്വാൻസ് ചെയ്ത് പന്ത് റിസീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ വേറെയും കാണുന്നുണ്ട്. ഫുൾ ബാക്കും വിങ്ങറും തമ്മിലുള്ള പോസിഷൻ എക്സ്ചേഞ്ചസ്, അതുവഴിയുള്ള അറ്റാക്കിംഗ് മൂവ്മെൻറ്റ്സ് ഒക്കെ FC ഗോവ തുറന്നെടുക്കുന്നുണ്ട്. അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് അറ്റംപ്റ്റുകൾ ഗോവയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതിലൊന്നാണ് ലോങ് ഡയഗണൽ ബോൾസ്. ഓൾറെഡി നമ്മൾ ഈ ലോങ് ഡയഗണൽ ബോൾസിനെ പറ്റി സംസാരിച്ചിട്ടുള്ളതാണ്. വൈഡിലൂടെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനേക്കാൾ ഈ പറഞ്ഞ പോലെ സെൻറ്ററിലൂടെ വന്ന് പെട്ടെന്ന് ആ ഒരു ഡയഗണൽ സ്വിച്ച് നടത്തുന്ന സമയത്ത് വിങ്ങേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ അത് എളുപ്പമായിരിക്കും. രണ്ടാമത്തെ ഹാഫിൽ ഗാരോട്ട്സിനൊക്കെ പരിക്ക് പറ്റി പുറത്തേക്ക് പോയതിനു ശേഷം ബോർഹ ഹെരേരയാണ് ഫ്രണ്ടിൽ കളിക്കുന്നത്. ആയുഷ് ഛേത്രിയാണ് ബോർഹയുടെ സ്ഥാനത്ത് കളിക്കുന്നത്. അവിടെ ബോർഹയുടെ കുറച്ച് ക്രോസുകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു, ഉദാന്തയിലേക്ക് പന്തുകൾ എത്തുന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ആ സിറ്റുവേഷൻസിലൊന്നും ആ കംബാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു ഗോളിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ FC ഗോവയ്ക്ക് സാധിച്ചില്ല. അവിടെയാണ് FC ഗോവ ഈ ഒരു കളി കൈവിട്ട് പോകുന്നത്. അതിനുശേഷം അവസാന നിമിഷം വരുമ്പോൾ ഗോൾ അടിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം ഗോവയ്ക്കായിരുന്നു. ഗോവ അത്യാവശ്യം നന്നായിട്ട് മുന്നോട്ട് കയറി വന്നു. ആ ഒരു സമയത്ത് റിക്കവർ ചെയ്ത ബോൾ ഇപ്പുറത്തേക്ക് 4-4-2 ഡിഫെൻഡ് ചെയ്ത് റിക്കവർ ചെയ്ത് ഗോൾ അടിക്കുന്ന അതേ പരിപാടി ഇപ്പുറത്തെ ഓപ്പണൻസ് അവസാന നിമിഷം കാണിച്ചു. ലാസ്റ്റ് അവർ ഒരു ഗോൾ അടിച്ച് 2-0 കളി തീർക്കാനും പറ്റി. സോ ഇവിടെ കളി കൈവിട്ട് പോയത് ആ ഒരു ഡിഫെൻഡിങ് പാർട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ഓപ്പൺ ടീമിൻ്റെ ക്വാളിറ്റി, അവർക്ക് ഈ പറഞ്ഞ പോലെ ബിൽഡപ്പിലെ എക്സ്ട്രാ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ആ ബിൽഡപ്പ് ഇട്ട് പൊളിക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. പക്ഷേ സ്റ്റിൽ അവിടെ വീണ്ടും FC ഗോവയുടെ ഒരു എറർ കൊണ്ട് തന്നെയാണ് ഗോൾ കൺസിഡർ ചെയ്തത്. അതിനുശേഷം അറ്റാക്കിംഗ് പാറ്റേൺ പലത് ശ്രമിച്ചെങ്കിലും കൺവേർട്ട് ചെയ്യാൻ ഗോവയ്ക്ക് സാധിച്ചിരുന്നില്ല. അവസാന നിമിഷം കിട്ടിയ അവസരം ഓപ്പണൻറ്റ് വീണ്ടും കൺവേർട്ട് ചെയ്യാൻ ചെയ്തു. സോ എന്തായാലും ഇത് രണ്ടാമതായിട്ട് ഒരു മാച്ച് കണ്ടപ്പോൾ എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഒരു നല്ല തുടക്കമായിരുന്നു. ഒരു ടഫായിട്ടുള്ള ടീമിനെതിരെ അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെ കൊടുത്തു. പക്ഷേ കുറച്ച് പ്രശ്നങ്ങൾ ടീമിൽ ഇപ്പോഴും ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട്. കൺവേർഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിഫൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും. എന്തായാലും വരുന്ന മാച്ചുകളിൽ FC ഗോവയ്ക്ക് അത് പരിഹരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു മാച്ച് നിങ്ങൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ ഇതല്ലാതെ നിങ്ങൾ നോട്ടീസ് ചെയ്ത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.